ഏതായാലും ഇന്നിപ്പോൾ കൂടുതൽ നമ്മളോട് ഡീറ്റെയിൽസ് പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. സർ, ആദ്യം തന്നെ ഇപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതെന്ന് കാണാം. നിലവിൽ 21,865.3 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 0.05% മാത്രം നേട്ടമാണ് നിഫ്റ്റിക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സാറിന്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? സോ നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് കാണാൻ സാധിച്ച ഓൾ ടൈം ഹൈ 22,125. അത് തന്നെയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മുന്നേറ്റം നിഫ്റ്റി ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ. യെസ് സാർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6% തന്നെ ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ തന്നെ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു ഇടിവുണ്ട്. നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ 5.48% ഒരു ഇടിവാണ് ഈ ഒരു സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും കാണാം. നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിന്റെ പെർഫോമൻസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 47,200 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഇന്നിപ്പോ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയാസ് ഫോർ ദ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 45,600, അതിനെ തുടർന്ന് 45,200 പോയിന്റ്. ഈ സപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നമുക്കൊരു ബുള്ളിഷ് ബൈയിങ് അവസരം ബാങ്കിങ് സെക്ടറിൽ ലഭിക്കും. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിൽ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം കമ്പനികളുടെ പാദഫലങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റിന്റെ എസ്റ്റിമേറ്റിനൊത്ത് ഉയരാൻ കമ്പനിയുടെ പാദഫലങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അവരുടെ പാദഫലം നോക്കുകയാണെങ്കിൽ അറ്റ പലിശ വരുമാനത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5,463.5 കോടി രൂപയാണ് അറ്റ പലിശ വരുമാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അറ്റ ലാഭത്തിലേക്ക് വരികയാണെങ്കിൽ 62.4% വർദ്ധിച്ച് 1,869.5 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 2,000 കോടി രൂപയിലധികമാണ് ഈ ഒരു ഇനത്തിൽ സ്ട്രീറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്. നിലവിൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 7% ഇടിവാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ആദ്യം തന്നെ എൻ്റെ ഒരു വ്യൂ, സ്ട്രീറ്റിന്റെ ആ ഒരു എസ്റ്റിമേറ്റിന്റെ കൂടെ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാൻ ഈ സ്റ്റോക്കിനെ എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ വെറും 86 രൂപയിലായിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും സ്റ്റോക്ക് നമുക്ക് 156 രൂപ വരെ നേട്ടം നൽകിയിരുന്നു, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്. ഓൾമോസ്റ്റ് ഒരു 100% ഗെയിൻസ് നമുക്ക് കഴിഞ്ഞ 3 മാസത്തിനിടെ കിട്ടിയിരിക്കുന്നു. നാച്ചുറലി ഇത്രയും വലിയൊരു മുന്നേറ്റത്തിനെ തുടർന്ന് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ദാറ്റ് ദർ വിൽ ബി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. പക്ഷെ ഇതിൽ നിന്നും നമുക്കൊരു മെസ്സേജ് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല കമ്പനി വേണമെങ്കിൽ ആകട്ടെ, ഒരു ചെറിയ ടൈം സ്പാനിൽ നമുക്ക് ഒത്തിരി നേട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരിക്കും. സോ കഴിഞ്ഞ ദിവസം ടാറ്റ മോട്ടോഴ്സ് വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ബട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ ഓൾമോസ്റ്റ് 7% നേട്ടം ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി നൽകി കഴിഞ്ഞു. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ലാർസൻ ആൻഡ് ടൂബ്രോ വളരെ മികച്ചൊരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ബട്ട് ആ റിസൾട്ട് അനൗൺസ് ചെയ്തതിനെ തുടർന്ന് വി സോ ഹെവി സെല്ലിംഗ് ഇൻ ദ കേസ് ഓഫ് ലാർസൻ ആൻഡ് ടൂബ്രോ. സോ നമ്മൾ അങ്ങനെ ആയിരിക്കണം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇന്നത്തെ ആ ഒരു ഇടിവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ആക്ച്വലി ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കണം. ഇന്ന് വാങ്ങിക്കണമെന്നല്ല പറയുന്നത്, നമ്മൾ അതിന്റെ ആ സപ്പോർട്ട് ഏരിയാസ് വർക്ക്ഔട്ട് ചെയ്യണം. സ്റ്റോക്കിൽ സ്റ്റെബിലിറ്റി വരും ദിവസങ്ങളിൽ വരും. ആ ഒരു സമയത്തായിരിക്കും നമ്മൾ ലോങ് പൊസിഷന് വേണ്ടി പ്രിപ്പയർഡ് ആവേണ്ടത്.
യെസ് സാർ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഏറ്റവും അധികം ഒരു നേട്ടം നൽകുന്ന സെക്ടറൽ സൂചിക തീർച്ചയായിട്ടും നിഫ്റ്റി ഓട്ടോ തന്നെയാണ്. 2% ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയുടെ ഓട്ടോ സൂചിക കാഴ്ചവെക്കുന്നത്. ഈ ഒരു ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും 6.4% ഒരു മുന്നേറ്റം ഈ ഒരു നിഫ്റ്റി ഓട്ടോ സൂചിക നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ഒരു ഫോറത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ എന്നുള്ള ഒരു റേഞ്ചിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള സൂചനകളായിരുന്നു സ്റ്റോക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റം സ്റ്റോക്കിൽ നിന്നും ഉണ്ടാകുമെന്ന് താങ്കൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതിപ്പോൾ അർത്ഥവത്താക്കുന്ന ഒരു രീതിയിലാണ് ഇന്നിപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 7% ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പാദഫലങ്ങളെ തുടർന്ന്. ഇനി ഒരു ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ടാറ്റ മോട്ടോഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. ഒരു വീക്ക്നെസ്സും സ്റ്റോക്കിൽ കാണുന്നില്ല. ബട്ട് നമ്മൾ ഈ സ്റ്റോക്കിനെ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഡിസംബർ 2022 ഈ സ്റ്റോക്കിന്റെ വില വെറും 380 രൂപയായിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസം ആകുമ്പോഴേക്കും ഈ സ്റ്റോക്കിന്റെ വില 620 രൂപ വരെ എത്തിയിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം നമ്മൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം പോലും സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടില്ല. സോ അത് ഒരിക്കലും നമ്മൾ മറക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മുടെ കൈവശം ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓൺലി തിങ് ഇസ് ബി വെരി കെയർഫുൾ. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഓട്ടോ മേഖലയിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് അറ്റ് ദ മൊമെന്റ് ഇസ് മാരുതി സുസുക്കി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി സുസുക്കിയും നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ കാഴ്ചവെച്ചത്. ബട്ട് അൺലൈക്ക് ടാറ്റ മോട്ടോ കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടന്നിട്ടുമുണ്ട്. സ്റ്റോക്കിന്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ലൊരു നേട്ടം കാണാൻ സാധിച്ചു. ഇന്ന് ആദ്യ നിമിഷങ്ങളിൽ ഓൾമോസ്റ്റ് ഒരു 1% നേട്ടം മാരുതി നൽകിയിട്ടുണ്ട്. ഐ തിങ്ക് നമ്മളൊരു ലോങ് ടേമിന് വേണ്ടി ഒരു വാല്യൂ പിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് സ്റ്റോക്ക് ടു കൺസിഡർ. യെസ് സർ. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാദഫലം പുറത്തുവിട്ട മറ്റൊരു കമ്പനി ഇൻഡിഗോ ആയിരുന്നു. ഇൻഡിഗോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വരുമാനത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 30.3% ഒരു നേട്ടം കൈവരിക്കാൻ ഇൻഡിഗോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വരുമാനമായിട്ട് ഈ ഒരു പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 19,452 കോടി രൂപയാണ്. അതിനോടൊപ്പം തന്നെ എബിഡാറിലേക്ക് നോക്കുകയാണെങ്കിലും 40.4% വാർഷിക വളർച്ച രേഖപ്പെടുത്തി 5,499.2 എന്നൊരു റേഞ്ചുമായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാം. അതിനോടൊപ്പം അട്ട ലാഭത്തിലേക്ക് വരികയാണെങ്കിലും 2,998 കോടി രൂപയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ഏകദേശം ആദ്യം തന്നെ ഈ ഒരു വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ തന്നെ പുതിയൊരു സർവ്വകാല ഉയരത്തിലേക്ക് എത്താൻ ഇൻഡിഗോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ദിസ് ഇസ് ഇൻഡിഗോ എയർലൈൻസ്. ഇൻഡിഗോ പെയിന്റ് അല്ല എന്ന് വിശ്വസിക്കുന്നു. സോ ഇൻഡിഗോ എയർലൈൻസിന്റെ കേസിൽ യെസ് അണ്ടർടോൺ വളരെ ബുള്ളിഷ്. ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കഴിഞ്ഞ ആഴ്ച നടന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ കാര്യമായിട്ട് അനൗൺസ്മെന്റ്സ് ഒന്നും നടത്തിയില്ലെങ്കിലും ഒരു മേഖലയിലോട്ട് നല്ല ട്രസ്റ്റ് ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ദ ടൂറിസം ഏരിയ. സോ നാച്ചുറലി ടൂറിസത്തിലോട്ട് ഒരു മുന്നേറ്റം വരുന്ന സമയത്ത് അഗെയിൻ ദ എയർലൈൻ ഇൻഡസ്ട്രി വിൽ ഡു വെരി വെൽ. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഇൻഡിഗോയിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്ത 2 മേജർ ടാർഗറ്റ്സ് ഇൻഡിഗോയുടെ കേസിൽ 3,200, 3,300, 3,350 ഇത് മൂന്നും ആയിരിക്കും ഇമ്മീഡിയറ്റ് ടാർഗറ്റ് സോൺസ്.
യെസ് സർ, സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഡ്ജറ്റിന്റെ ഒരു കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ മാറ്റി നിർത്തിക്കൊണ്ട് റിയൽറ്റി മേഖലയിലേക്ക്, അഫോർഡബിൾ ഹൗസിംഗ് സെഗ്മെന്റിലേക്ക് സർക്കാരിന്റെ ഒരു കൂടുതൽ ശ്രദ്ധ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ NBCCയുടെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മികച്ച ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. NBCC സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചയിൽ 47% ഒരു മുന്നേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നതും. ഇനി ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലിന്റെ ഒരു സാധ്യത ഈ സ്റ്റോക്കിൽ എത്ര മാത്രമാണ്? പ്ലസ് ഒരു പുതിയ പൊസിഷൻ അഡ്വൈസബിൾ ആണോ? ഒട്ടുമല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ NBCCയുടെ കേസ് നോക്കുമ്പോഴേക്കും അഗെയിൻ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ വില വെറും 60 രൂപയ്ക്ക് അടുത്തായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 170 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. സോ നാച്ചുറലി അഗെയിൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ലെറ്റ് us വെയിറ്റ് ഫോർ ഇറ്റ് ടു ഫോം എ സപ്പോർട്ട് ഏരിയ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 120 മുതൽ 130 രൂപ ആ ഒരു റേഞ്ചിലാണ് കാണുന്നത്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. സർ, അതിനോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റ് പ്ലസിന്റെ ഫോർത്തിൽ സർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു SJVN ഓഹരികളിലും ശക്തമായിട്ടുള്ള ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ തന്നെ പുതിയൊരു സർവകാല ഉയരം സൃഷ്ടിക്കാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിലവിൽ 9%-ലധികം നേട്ടത്തിന് 10% നേട്ടമാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 157.25 എന്നൊരു റേഞ്ചിൽ SJVN കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഈ ഒരു ഓഹരിയിൽ സമയമായിട്ടുണ്ടോ? SJVN ആൻഡ് അതിന്റെ ട്വിൻ ആയിട്ട് ഞാൻ കാണുന്നത് NHPC. രണ്ട് സ്റ്റോക്സിലും ഇന്ന് ഓൾമോസ്റ്റ് ഒരു 12% നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ബട്ട് ഞാൻ നേരത്തെ ലാസ്റ്റ് നൈൻ ടൂബ്രോ ടാറ്റ മോട്ടോറിനെയൊക്കെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ടേമിൽ നമ്മൾ ഒരു ഷോർട്ട് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് സ്റ്റോക്കിൽ ഇന്നിപ്പോൾ ഒരു വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് യു ഹാവ് ടു ബി വെരി വെരി അലേർട്ട്. നൗ തിരിച്ച് ഞങ്ങൾക്ക് ഇത് തരുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് 2 വാല്യൂ സ്റ്റോക്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഏഷ്യൻ പെയിന്റ്സ് നല്ല മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. എങ്കിൽ പോലും സ്റ്റോക്ക് 3440 രൂപയിൽ നിന്നും 2920 രൂപ വരെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വാല്യൂ പിക്ക് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് പഠിക്കുക. ഐ തിങ്ക് യു വിൽ ഗെറ്റ് എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ബാങ്കിങ് മേഖലയിലോട്ട് നമുക്ക് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് ഇസ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിന്റെ കേസിൽ നല്ലപോലെ ഒരു കറക്ഷൻ നടന്നിട്ടുണ്ട്. സ്റ്റോക്കിന് 490 രൂപയിൽ നല്ല സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 510. 510ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി വഴിമാറും ആൻഡ് യു വിൽ ഗെറ്റ് എ ഗ്രേറ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഫൈനലായിട്ട് ബാങ്കിങ് മേഖലയിൽ വേറൊരു സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് IDFC ഫസ്റ്റ് ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 85 രൂപ 25 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് അഗെയിൻ ഷോർട്ട് ടേമിൽ ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ 81 രൂപ 50 പൈസ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. സർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സിമെന്റ് സെക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രീ സിമെന്റ് 0.44% ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ട്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ലാഭം 165% ഉയർച്ചയോടുകൂടി 734 കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 50 രൂപയുടെ ഒരു ഡിവിഡൻഡ് ഡിക്ലറേഷൻ കൂടി കമ്പനി നടത്തിയിട്ടുണ്ട് എന്നും കാണാം. ഈ ഒരു സെക്ടറിലെ മോസ്റ്റ് വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ്? ശ്രീ സിമെന്റിന്റെ കേസിൽ ജനുവരി മാസത്തിൽ 25,600 രൂപയിലായിരുന്നു അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തത്. ആൻഡ് അതിനെ തുടർന്ന് പെട്ടെന്ന് നമുക്കൊരു ഒരാഴ്ച 10 ദിവസത്തിനിടെ നല്ലൊരു നേട്ടം കാണാൻ സാധിച്ചു. 30,750 രൂപ വരെ സ്റ്റോക്ക് നമുക്ക് നേട്ടം നൽകിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിങ്ങും നടന്നിട്ടുണ്ട്. സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 2 സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 27,600 രൂപയും
അതിനെ തുടർന്ന് 28,200 രൂപയും. സോ ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി. സാർ അതിനോടൊപ്പം തന്നെ ഷുഗർ ഇൻഡസ്ട്രി എന്നുള്ള ബൽറാംപൂർ ചിനി മിൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി സംബന്ധിച്ച് പറയും നിലവിൽ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 0.23% നേട്ടത്തിൽ 394.35 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയാൻ നവംബർ 30 ശേഷം വലിയൊരു കറക്ഷനാണ് ഓഹരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇനിയൊരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ളൊരു സാധ്യത സാർ കാണുന്നുണ്ടോ? ബൽറാംപൂർ ചീനിയുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? Anila, I am not at all comfortable with the sugar industry. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഇൻഡസ്ട്രിയിൽ ഒത്തിരി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. പർട്ടിക്കുലർലി ഇറ്റ് ഇസ് എ പൊളിറ്റിക്കലി വെരി വെരി സെൻസിറ്റീവ് ഇൻഡസ്ട്രി. സോ ഇതിൽ ഒത്തിരി റിസ്ക് ഉണ്ട്. ആൻഡ് ബൽറാംപൂർ ചിന്നിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡിസംബർ മാസത്തിൽ 490 രൂപയ്ക്ക് അടുത്തിരുന്ന സ്റ്റോക്ക് പെട്ടെന്ന് വെറും 4 ട്രേഡിംഗ് സെഷൻസിൽ 380 രൂപ വരെ കറക്റ്റ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു 30-35% കറക്ഷൻ ആയിരുന്നു ബൽറാംപൂർ ചിന്നിയും. അതുപോലെ തന്നെ വേറെ പല ഷുഗർ സ്റ്റോക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മൈ പേഴ്സണൽ പൂർണ്ണമായിട്ട് ഈ സ്റ്റോക്ക് എന്നല്ല ഈ ഇൻഡസ്ട്രി തന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാർ ഏതായാലും ഇന്നിപ്പോൾ ക്വാർട്ടർലി റിസൾട്ട്സ് വരാനിരിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് അവൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. നിലവിൽ എയർടെലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്നും കാണാം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരിക്കാരുടെ എണ്ണത്തിലെ ഒരു ശക്തമായിട്ടുള്ള വളർച്ചയും പ്രീമിയസേഷൻ സ്ട്രാറ്റജീസും ഒക്കെ കൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ലാഭത്തിലേക്ക് കമ്പനി ഈ ഒരു Q3 പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് ബ്രോക്കറേജുകളൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, എഗെയിൻ ഭാരതി എയർടെലിന്റെ കേസ് നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ വില വെറും 860 രൂപയായിരുന്നു. അതിനുശേഷം നമ്മൾ ഡിസംബർ മാസത്തിൽ ഒരു ചെറിയ കറക്ഷൻ കണ്ടിരുന്നു. ആൻഡ് ഡിസംബർ മാസത്തിൽ 960 രൂപയുടെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷനും കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 1200 രൂപ വരെ ഈ സ്റ്റോക്ക് നേട്ടം നൽകിയിരുന്നു. നാച്ചുറലി ഈ സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 1080 രൂപയായിരിക്കും ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ. സാർ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ IOCയിൽ വലിയൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു പുതിയൊരു സർവ്വകാല ഉയരമായ 172 അല്ലെങ്കിൽ 171.5 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5% മുകളിലാണ് IOCയിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശനിയാഴ്ച റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ വീണ്ടും വിൻഫോൾ ടാക്സ്, പെട്രോളിന്മേലുള്ള വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചു എന്ന തരത്തിലുള്ളത്. IOCയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. ഒരേ ഒരു കാര്യം ഓർക്കേണ്ടത്, വീണ്ടും ഈ സ്റ്റോക്കിലും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം ഒരു കറക്ഷനും നടന്നിട്ടില്ല. സോ ഒക്ടോബർ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ ലോവസ്റ്റ് ലെവൽ 90 രൂപയിലാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 100% നേട്ടമാണ് നൽകിയിരിക്കുന്നത്. സോ നാച്ചുറലി പ്രോഫിറ്റ് ടേക്കിംഗ് സമയം ആയിക്കൊണ്ടിരിക്കുന്നു. സോ ബി വെരി വെരി കെയർഫുൾ. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ മഹീന്ദ്ര ഹോളിഡേയ്സിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 0.5% ഒരു മുന്നേറ്റത്തോടു കൂടി 422 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കമ്പനിയുടെ Q3 പാദഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ ഒരു സാമ്പത്തിക വർഷത്തിൽ 11.9 കോടി രൂപയുടെ നഷ്ടം പ്രഖ്യാപിച്ചിരുന്നിടത്തുനിന്നും 11.65 കോടി രൂപയായിട്ടാണ് മഹീന്ദ്ര ഹോളിഡേയ്സിന്റെ ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? സോ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ അറൌണ്ട് 465 രൂപയ്ക്കാണ് കാണുന്നത്.
സോ നമ്മൾ ആദ്യത്തെ ഒരു ടാർഗറ്റ്, ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് വിൽ ബി അറ്റ് ദാറ്റ് ലെവൽ. നമ്മൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 400-420 ഈ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് പൊസിഷൻ. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ NMDCയുടെ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിലും വലിയൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 2.78% നേട്ടത്തിൽ 242.1 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ഓഹരി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പുതിയ 50 ഹൈ റേഞ്ച് സൃഷ്ടിക്കാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. 243 എന്നൊരു റേഞ്ച് വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. NMDCയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ലോങ് ടേം വ്യൂ എന്താണ്? സോ NMDC അഗൈൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിന്റെ കേസിൽ അഗൈൻ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 120 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 240 രൂപ എത്തിയതോടെ വി ആർ സീയിങ് 100% ഗെയിൻ ഇൻ NMDC. അഗൈൻ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നൈക്കയുടെ ഓഹരികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.3% ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 161 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ഈ ഒരു ജനുവരി അല്ലെങ്കിൽ ഈ ഒരു വർഷം ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നൈക്കയിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നില്ല. 6.9% ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. നൈക്കയുടെ പെർഫോമൻസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നൈക്ക കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർ പെർഫോമിങ്. നൈക്കയുടെ കേസ് നോക്കുമ്പോഴേക്കും 155 രൂപ വളരെ മേജർ ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. സോ നമ്മൾ വരും സെഷൻസിൽ ഈ 155 രൂപയുടെ സപ്പോർട്ട് വാച്ച് ചെയ്തിരിക്കുക. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കിട്ടും. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 168 രൂപ. അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. PSU ബാങ്ക് ഓഹരിയായി ഒരു കമ്പനിയെ പറ്റി അധികം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നിപ്പോൾ ഏകദേശം 18.2% നേട്ടമാണ് യൂക്കോ ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഓഹരി 59.6 എന്നൊരു റേഞ്ചിൽ എത്തുകയും പുതിയൊരു 52 ഹൈ റേഞ്ച് ആയിട്ടുള്ള 60 രൂപയ്ക്ക് അടുത്ത് എത്തിയിട്ടുമുണ്ട്. യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? യൂക്കോ ബാങ്ക് അതുപോലെ തന്നെ ഇന്ന് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഓൾമോസ്റ്റ് 13% നേട്ടം നൽകിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7% നേട്ടം നൽകിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് 8% നേട്ടം നമുക്ക് നൽകിയിട്ടുണ്ട്. ആൻഡ് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇതുപോലെയുള്ള ചെറിയ ലോ വാല്യൂ പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്ന് ആദ്യത്തെ നിമിഷങ്ങളിൽ നമുക്ക് PSU ബാങ്ക്സിൽ ഒരു ചെറിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-8 നിമിഷത്തിനിടെ വീണ്ടും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് PSU ബാങ്ക് ഇൻഡെക്സ് ഒരു റെക്കോർഡ് ഹൈ ലെവൽസിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം PSU ബാങ്ക് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ PSU ബാങ്ക്സിലും പ്രോഫിറ്റ് ടേക്കിങ്ങിന് സമയം വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പുതിയ ലോങ് പൊസിഷൻസ് ബി വെരി കെയർഫുൾ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ. സർ, അതോടൊപ്പം തന്നെ UPLന്റെ സ്റ്റോക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 6% തന്നെ ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം. UPLനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാർട്ടർലി റിസൾട്ട്സുകൾ തന്നെയാണ് നിലവിൽ എഫക്ട് ചെയ്യുന്നത് എന്ന് വേണം വിലയിരുത്താനായിട്ട്. കമ്പനിയുടെ ഒരു മൂന്നാം പാദത്തിൽ 1217 കോടി രൂപയുടെ ഏകീകൃത അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 27.7% ഒരു ഇയർ ഓൺ ഇയർ ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിഡ് ക്യാപ്പ് ക്രോപ്പ് സൊല്യൂഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? ഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇപ്പൊ ലേറ്റസ്റ്റ് ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുമ്പോൾ അത്ര മികച്ച പെർഫോമൻസ് അല്ലായിരുന്നു. സോ മൈ അഡ്വൈസ് വുഡ് ബി ഈ ഒരു സ്റ്റോക്ക് താൽക്കാലികത്തേക്ക് യു ടോട്ടലി അവോയ്ഡ് ദി സ്റ്റോക്സ്. വേറെ എത്രയോ ലോ റിസ്ക് ആയിട്ട് മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിയ സ്റ്റോക്സ് നമ്മുടെ മുൻവശമുണ്ട്.
സർ അതിനോടൊപ്പം തന്നെ FMCG മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയയുടെ ഓഹരികളിൽ ഇന്നിപ്പോൾ 0.47% നീട്ടത്തിൽ 5170 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രിട്ടാനിയയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ബ്രിട്ടാനിയയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്, ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് സ്റ്റോക്കിൽ ഒത്തിരി കൺസോൾട്ടേഷൻ കാണാനും സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് ലെവൽ എനിക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ദാറ്റ് ഈസ് വെയിറ്റ്. യെസ് പ്രദീപ് സർ, അവസാനമായിട്ട് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇന്ന് താങ്കളുടെ ഒരു ഫോക്കസിലുള്ള സ്റ്റോക്സുകൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാം. സോ ഫ്രം വാല്യൂ ഇൻവെസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ് മാരുതി. രണ്ടാമത്തത് ഏഷ്യൻ പെയിന്റ്സ്. സെറ സാനിറ്ററി വെയറുടെ ഫൈനാൻഷ്യൽ റിസൾട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റിസൾട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിലൊരു ലോ റിസ്ക് ആയിട്ട് നമുക്ക് ബൈയിങ് അവസരം ലഭിക്കും. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് നോക്കുമ്പോഴേക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 260 രൂപ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഫ്രം എ പ്യുവർ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻ ദ കേസ് ഓഫ് അതർ ബാങ്കിങ് സ്റ്റോക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്ക് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക.